മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. കലങ്ങേണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. നിന്നരികത്തായി യേശുവെന്നും തുണയായി തണലായി കാത്തിടും കൺമണി പോൽ കുറവില്ലാതെ. നിന്നരികത്തായി യേശുവെന്നും തുണയായി തണലായി കാത്തിടും കൺമണി പോൽ കുറവില്ലാതെ. കലങ്ങേണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. ഉരുകും നിന്നകതാരിൽ നൊമ്പരം മായ്ച്ചിടനേശുനാമം മതിയേ. ആശനിരാശകൾ ഏതുമാകിയിടിലും യേശു മതി നിനക്ക്. ഉള്ളം ഉരുകി നീ യാചിച്ചിടുമ്പോൾ പരിഹാരം നൽകിയിടും മനമേ നിനക്ക്. ഉള്ളം ഉരുകി നീ യാചിച്ചിടുമ്പോൾ പരിഹാരം നൽകിയിടും മനമേ നിനക്ക്. കലങ്ങേണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. ഇഹലോകയാത്രയിൽ ഏകനായി പോരാടി ഏറെ തളർന്നിടുമ്പോൾ ചിന്താകുലങ്ങൾ ഉള്ളിൽ നിറഞ്ഞു നീ ആകുലനായിടുമ്പോൾ ഭയമേതും വേണ്ടിനിയും നിൻ ചാരേ ഉണ്ടവൻ. ഉറങ്ങാതെ മയങ്ങാതെ എല്ലാ നാളും ഭയമേതും വേണ്ടിനിയും നിൻ ചാരേ ഉണ്ടവൻ. ഉറങ്ങാതെ മയങ്ങാതെ എല്ലാ നാളും. കലങ്ങേണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. ദൈവത്തിൻ്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന വചനം. ഇൻ ദ മിസ്റ്റ് ഓഫ് ട്രബിൾസ് പീസ്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വിശ്രമം. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ ആധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. ആമേൻ. ഇൻ ദ മിസ്റ്റ് ഓഫ് ട്രബിൾസ് പീസ്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വിശ്രമം. സങ്കീർത്തനങ്ങൾ 4. Psalm chapter 4 verse 8. I will both lay me down in peace and sleep. For you, Lord, only make me dwell in safety. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ കർത്താവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദാവീദ് കഠിന പ്രയാസത്തിലാണ്, അനങ്ങാനാവാത്ത അവസ്ഥ. ദൈവം ഇത്തരം സാഹചര്യങ്ങൾ അനുവദിക്കാറുണ്ട്. അതിന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വചനഭാഗമുണ്ട്. 2 സാമുവേൽ 12-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം. അവൻ നമ്മോട് ക്ഷമിക്കുമെന്നത് ശരിയാണ്, അപ്പോൾ അച്ചടക്കവും പഠിപ്പിക്കുന്നു. നാം വിതച്ചത് നാം കൊയ്യണം, നാം വിതച്ചത് നാം കൊയ്യണം. സങ്കീർത്തനം 25:17. അതും ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് വായിക്കണം. 4-ാം സങ്കീർത്തനം നമ്മെ ഉത്തേജിപ്പിക്കുന്നു, നമ്മളെ ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. ദൈവം നമ്മെ കരുതുന്നു. നമ്മുടെ പരിശോധനകളുടെ നടുവിൽ നമുക്ക് അനേകം അനുഗ്രഹങ്ങൾ നൽകുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മളോട് പറയുന്നു. അവിടുന്ന് നമുക്ക് വിശാലത എന്ന അനുഗ്രഹം തരുന്നു. 1-ാം വാക്യത്തിൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. മോചിപ്പിച്ച് എന്നതിന് വിശാലത വരുത്തി എന്ന അർത്ഥമുണ്ട്. ദൈവം വലിയ പ്രശ്നങ്ങൾ വരുവാൻ അനുവദിക്കുമ്പോൾ
തൻ്റെ ജനത്തിന് വിശാലത വരുത്തുന്നു. നാം വളരുന്നു, തളരുകയല്ല. പ്രശ്നങ്ങൾ നമ്മളെ തളർത്തുകയല്ലോ, വളർത്തുകയാണ്. യോസഫ് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. സങ്കീർത്തനങ്ങൾ 18, 19, 36 വാക്യങ്ങളൊന്ന് വായിക്കണം. പ്രയാസങ്ങളുടെ മധ്യത്തിൽ അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ വെളിപ്പെട്ടു. അവൻ വളരുവാൻ തുടങ്ങി. വർദ്ധിക്കുന്ന പ്രശ്നങ്ങൾ ഒരു വിശാല ജീവിതത്തിലേക്കും വിശാല സ്ഥലത്തേക്കും വിശാലമായ പാതകളിലേക്കും നയിക്കുന്നു. ദൈവം ദാവീദിന്റെ ശുശ്രൂഷയെ വിശാലമാക്കി. എന്നാൽ അതിനു മുന്നോടിയായി ദൈവം ദാവീദിനെ വളർത്തി. ഹല്ലേലൂയ. ദാവീദിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതാണ് രക്ഷിക്കപ്പെട്ട ഓരോ മക്കളും. രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന ചിന്ത, ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 4:2-3 വാക്യങ്ങൾ. അന്തിമമായി ലോകപ്രകാരമായ സകലതും തകർന്നു പോകും. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ മാത്രം വിജയിക്കും. ദൈവം നമ്മുടെ പരിചയം, നമ്മുടെ മഹത്വവും, നമ്മുടെ തല ഉയർത്തുന്നവനുമാകുന്നു. എന്നോട് ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ അവൻ നമ്മെ ശോധന ചെയ്യും. എന്തിനാണെന്നറിയാവോ? കർത്താവിന് വേണ്ടി മാത്രം. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, അവൻ നമ്മുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്നു. ജീവിതത്തിലെ ശോധനകൾ നിമിത്തം ദൈവാശ്രയവും പരിശോധനകളും മുഖാമുഖമായി വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4:3-4 വാക്യങ്ങൾ വായിക്കണേ. ദാവീദിന് കോപിപ്പാൻ അവകാശമുണ്ടായിരുന്നു. നമ്മുടെ നീതി പുറത്തു കൊണ്ടുവരുവാൻ പലപ്പോഴും ദൈവം നമ്മുടെ കോപത്തെ ഉപയോഗിക്കുന്നു. എന്നാൽ സാത്താൻ കോപം മൂലം പാപം ചെയ്യിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1:20. ഈ ധ്യാനിക്കുക എന്നാൽ നാം നമ്മോട് തന്നെ സംവാദിക്കുക എന്നാണ്. നാം കിടക്കയിലായിരിക്കുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു. എന്നാൽ ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് ആശ്വാസം നൽകുന്നു. സങ്കീർത്തനങ്ങൾ 46:10. നാലാമതായി ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം നമുക്ക് പ്രകാശം നൽകുന്നു, സന്തോഷം നൽകുന്നു. സങ്കീർത്തനങ്ങൾ 4:6-8 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിന്റെ ആളുകൾ വളരെ നിരുത്സാഹരായി തീർന്നു. നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നവനോ പ്രോത്സാഹിപ്പിക്കുന്നവനോ? ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മിൽ ദൈവത്തിന്റെ പുഞ്ചിരി ഉണ്ടായിരിക്കണം. സംഖ്യാപുസ്തകം 6:25. നാം നമ്മിൽ ദൈവിക സന്തോഷവും ആനന്ദവും പ്രദർശിപ്പിക്കണം. ദൈവം ഇതിനോടുകൂടെ സമാധാനവും സുഖനിദ്രയും തന്ന് നമ്മെ അനുഗ്രഹിക്കും. ക്രിസ്തു നമ്മുടെ രക്ഷകനാണെങ്കിൽ ഇതെല്ലാം സാധ്യമാണ്. ഉറപ്പുള്ളവർ എന്നോടൊപ്പം ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നോട്ടം ശത്രുവിൽ നിന്ന് മാറ്റി ദൈവത്തെങ്കിലേക്ക് തിരിക്കുക. കഷ്ടതയിൽ ആശ്രയിക്കുമ്പോൾ പാപം ചെയ്യുവാനുള്ള പ്രലോഭനങ്ങളും വർദ്ധിക്കും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കൂ. കഷ്ടതകളുടെ മധ്യത്തിൽ അവൻ നമുക്ക് സമാധാനവും സന്തോഷവും നൽകും. ഹൃദയത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ദൈവാനുഗ്രഹമെന്നാൽ കഷ്ടതകൾ സഹായം മാത്രമല്ല, അത് നമ്മെ വളരുവാൻ സഹായിക്കും. നമ്മുടെ ജീവിതത്തെ ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾക്കായി നെയ്തെടുക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ശക്തി പ്രാപിക്കൂ. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു ദിവസം അവൻ പ്രതിഫലം തരും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. റോമർ 8:28. പ്രാർത്ഥിക്കാം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടി കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാവീദിനെ പോലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ ശക്തി പ്രാപിച്ച് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഓരോ കൂട്ടായ്മകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. നരക്കുവോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, ഇത്രത്തോളം എൻ്റെ മക്കളെ ഉള്ളം കയ്യിൽ താങ്ങി
വഴി നടത്തുന്നതിനായി സ്തോത്രം. പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നെങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ വചനപ്രകാരം പുഷ്ടി പ്രാപിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വെച്ച് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട്, അങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന. വിശേഷാൽ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിൽ ബുദ്ധിമുട്ടുന്ന, വിശ്വാസത്തിൻ്റെ പേരിൽ മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് കർത്താവേ. അവരെയെല്ലാം ഈ സമയത്ത് സമർപ്പിക്കുന്നു. അങ്ങയിൽ ആശ്രയിച്ച് അള്ളിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ മക്കളെ സഹായിക്കണമേ. ദുഷ്ടം കൊണ്ടേയിടുന്ന എല്ലാ ദുഷ്ട ആലോചനകളും കുടുംബങ്ങളുടെ മേലിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് അവിടുത്തെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തും അഴിക്കപ്പെടും. അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്കൂളും കോളേജും നടത്തുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സ്കൂളുകൾക്കെതിരെ ഉയരുന്ന എല്ലാ മതസ്പർദ്ധകളും ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറി കർത്താവേ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ വലയത്തിൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള വർദ്ധിച്ചു വരുന്ന മതസ്പർദ്ധകൾ കർത്താവേ, നിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ വിരോധമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും യേശുവിൻ്റെ അധികാരത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ മക്കളായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടുന്ന് അനുഗ്രഹിച്ച് വിശാലതയിലേക്ക് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവേ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ നിന്റെ മക്കളും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ കൃപ ചെയ്യണം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഉറ്റവർ സ്നേഹിതർ പഴിചാരി വഴിമധ്യേ കൈവെടിഞ്ഞകന്നിടുമ്പോ ശാശ്വതമെന്നു നാം നിനച്ചിടും ബന്ധങ്ങൾ ഒരു നാളിൽ തകർന്നിടുമ്പോ ഒരു നാളും പിരിയാത്ത സഖിയായി കൂടെ വരും, വഴികാട്ടിയായിടും എല്ലാ നാളും. ഒരു നാളും പിരിയാത്ത സഖിയായി കൂടെ വരും, വഴികാട്ടിയായിടും എല്ലാ നാളും. കലങ്ങേണ്ടൻ മനമേ, നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. കലങ്ങേണ്ടൻ മനമേ, നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. നിന്നരികത്തായി അവനെന്നും തുണയായി തണലായി കാത്തിടും കൺമണി പോൽ കുറവില്ലാതെ. നിന്നരികത്തായി യേശുവെന്നും തുണയായി തണലായി കാത്തിടും കൺമണി പോൽ കുറവില്ലാതെ. കലങ്ങേണ്ടൻ മനമേ, നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ.